സ്ത്രീരോഗ വിഭാഗം ഗൈനക്കോളജി ഡോക്ടർ സിസ്റ്റർ ടെസ്ലിൻ ജോൺ 24 മണിക്കൂറും പരിശോധിക്കുന്നു. പ്രഗത്ഭനായ ഓർത്തോ വിഭാഗം ഡോക്ടർ ധനഞ്ജയ റെഡ്ഡിയുടെ 24 മണിക്കൂർ സേവനം ഇവിടെ ലഭ്യമാണ്. സേക്രഡ് ഹാർട്ട് ഹോസ്പിറ്റൽ, പണിമൂളി, പാലാട്. കോൺഗ്രസ് പാവപ്പെട്ടവരോട് സ്വീകരിക്കുന്ന നിലപാടിൽ ഒരു മാറ്റവും വരുത്തിയിട്ടില്ലെന്നാണ് പെൻഷൻ വിതരണത്തെ കൈക്കൂലിയായി ആക്ഷേപിച്ച് രംഗത്തു വന്നതിൽ നിന്ന് മനസ്സിലാക്കുന്നതെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. നിലമ്പൂർ മണ്ഡലം LDF സ്ഥാനാർത്ഥി M സ്വരാജിന്റെ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിനായി വഴിക്കടവിലും എടക്കരയിലും സംഘടിപ്പിച്ച പരിപാടിയിൽ സംസാരിക്കുകയായിരുന്നു മുഖ്യമന്ത്രി. 2016 ആ 18 മാസത്തെ കുടിശ്ശിക പെട്ടെന്ന് തന്നെ കൊടുത്തു തീർക്കാൻ LDF സർക്കാർ തീരുമാനിച്ചു. അത് മുഴുവൻ കൊടുത്തു കഴിഞ്ഞതിന് ശേഷം പിന്നെ വർധനവിനെ കുറിച്ച് ആലോചിച്ചു. 600 നിന്ന് ഇപ്പോ 1600 രൂപയായി മാറിയിരിക്കുന്നു. 60 ലക്ഷം പേർക്ക് അത് മുടങ്ങാതെ കൊടുക്കാനാണ് നാം ഒരു കമ്പനി ഉണ്ടാക്കിയത്. ആ കമ്പനി എടുക്കുന്ന വായ്പ സംസ്ഥാനത്തിന്റെ വായ്പയായി കണക്കാക്കുമെന്ന് കേന്ദ്ര ഗവൺമെന്റ് നിലപാടെടുത്തു. അങ്ങനെ വന്നപ്പോൾ ആ കമ്പനിയുടെ പ്രവർത്തനം തടസ്സപ്പെട്ടു. അതോടൊപ്പം സാമ്പത്തികമായി ഞെരുക്കുന്നതിനുള്ള വലിയ നടപടികളും സ്വീകരിച്ചു. അങ്ങനെയെല്ലാം വന്നപ്പോൾ ചില മാസങ്ങളിൽ ഇത് മുടങ്ങിപ്പോകുന്ന അവസ്ഥയുണ്ടായി. പിന്നെ അത് കൃത്യമായി കൊടുത്തു തീർക്കുന്നതിനുള്ള നടപടികൾ എടുത്തു. ഇപ്പോൾ മാസം തോറും കൃത്യമായി ആ പെൻഷൻ കൊടുത്തു വരുന്നു. കുടിശ്ശികയുള്ളത് പൂർണ്ണമായി തീരാനും പോകുന്നു. ഇതിനെയാണ് കൈക്കൂലി എന്ന് പറഞ്ഞ് ആക്ഷേപിക്കാൻ കോൺഗ്രസിന്റെ അഖിലേന്ത്യാ നേതൃത്വം തയ്യാറായിട്ടുണ്ട്. നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ ജമാഅത്ത് ഇസ്ലാമിയുടെ രാഷ്ട്രീയ വിഭാഗമായ വെൽഫെയർ പാർട്ടിയുടെ പിന്തുണ UDF സ്വീകരിച്ചതിനെയും അദ്ദേഹം വിമർശിച്ചു. ഇത്തരം ഒരു അവിശുദ്ധ കൂട്ടുകെട്ടിനും LDF ഇല്ലെന്നും അത്തരം ഒരു പിന്തുണയും LDFന് വേണ്ടെന്നും അദ്ദേഹം ഇന്നും ആവർത്തിച്ചു. നേതാക്കളായ A വിജയരാഘവൻ, കടന്നപ്പള്ളി രാമചന്ദ്രൻ, K രാജൻ, സ്ഥാനാർത്ഥി M സ്വരാജ് എന്നിവർ സംബന്ധിച്ചു. ന്യൂസ് ബ്യൂറോ, എടക്കര. സ്വന്തം ഹൈസ്പീഡ് ഇന്റർനെറ്റ്, നമ്മുടെ സ്വന്തം ഇന്റർനെറ്റ്.